നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം തിരുവാതിൽക്കൽ ദമ്പതികളെ വീട്ടിനുള്ളിൽ കയറി കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ അറിഞ്ഞതാണ്. സമാനമായൊരു സംഭവം സേലത്തുണ്ടായിരിക്കുന്നു. വ്യാപാരികളായ ദമ്പതികളെ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തി. സേലം ജഗീരമ്മ പാളയത്താണ് സംഭവം. വ്യാപാരികളായ ദമ്പതികളെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങളടക്കം പ്രതി കവർന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജഗീരമ്മ പാളയം സ്വദേശികളായ ഭാസ്കരൻ 70 വയസ്സ്, ഭാര്യ ദിവ്യ 65 വയസ്സ് എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ബീഹാർ സ്വദേശി സുനിൽ കുമാർ അറസ്റ്റിലായിരിക്കുകയാണ്. ശൂരമംഗലം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 11-ാം തീയതിയാണ് കൊലപാതകം നടന്നത്. രാവിലെയായിരുന്നു കൊലപാതകം നടന്നത്. കടയിൽ സാധനം വാങ്ങാനെന്ന വ്യാജേനയാണ് സുനിൽ കുമാർ എത്തിയത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട് ദിവ്യയുടെ തലയ്ക്കടിച്ചു വീഴ്ത്തി. ദിവ്യയുടെ നിലവിളി കേട്ട് എത്തിയ ഭാസ്കറിനെയും തലയ്ക്കടിച്ചു വീഴ്ത്തി. ഇരുവരും മരിക്കുന്നതുവരെ സുനിൽകുമാർ ഇവരുടെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ദിവ്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല, വള, കമ്മൽ എന്നിവ കവർന്നെടുത്തു. കടയോട് ചേർന്നുള്ള വീട് കുത്തി തുറന്ന് അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളും പ്രതി കവർന്നെടുത്തു. ഭാസ്കറിന്റെയും ദിവ്യയുടെയും മൃതദേഹം കണ്ടത് കടയിൽ സാധനം വാങ്ങാൻ എത്തിയവരായിരുന്നു. ശൂരമംഗലം പോലീസ് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയെക്കുറിച്ച് സൂചന കിട്ടിയത്. അതിഥി തൊഴിലാളികളുടെ മറ്റൊരു ക്യാമ്പിൽ നിന്നായിരുന്നു സുനിൽ കുമാറിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം, അതായത് ദമ്പതികളെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ് കോട്ടയം തിരുവാതിൽക്കലും ഉണ്ടായത്. കോട്ടയം ഇരട്ടക്കൊലപാതക കേസ് അത് ഏതുവരെ എത്തിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ഇരട്ടക്കൊലപാതക കേസിൽ അസം സ്വദേശിയായ അമിത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് നിലവിൽ നടക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചതിനാൽ ഇനി അങ്ങോട്ട് വലിയ അന്വേഷണമൊന്നും വേണ്ട, കാര്യങ്ങൾ ഏറെക്കുറെ കലങ്ങി തെളിഞ്ഞു എന്ന രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ ഉണ്ടായ ഒരു കേസായി മാത്രം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കേസല്ല ഇതെന്ന വിലയിരുത്തലും നിലവിലുണ്ട്. കൊലപാതകം നടന്ന അന്ന് മുതൽ നിരവധി ദുരൂഹതകളുള്ള ഇപ്പോഴും ആ ദുരൂഹത മാറാത്ത ഒരു കേസായി ഇത് മാറിയിരിക്കുകയാണ്. കോട്ടയം ശ്രീവത്സം എന്ന മണിമാളിക വീട്ടിൽ 2023 ഏപ്രിലിന് ജോലിക്കാരി മൃതദേഹം കാണുന്നതല്ല യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിനെല്ലാം തുടക്കം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യവസായിയായിരുന്ന വിജയകുമാറിന്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നടന്ന ഗൂഢാലോചനകൾ ഇതിനു പുറകിലും പ്രവർത്തിച്ചിരിക്കാം എന്ന് തന്നെയാണ് സംശയം. ഇത്തരത്തിലൊരു സംശയത്തിലെത്താൻ ഒരു കാരണമുണ്ട്. 2017 ജൂണിൽ കോട്ടയം തെള്ളകത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച യുവ വ്യവസായിയായ ഗൗതം വിജയകുമാറിന്റെ മരണത്തിലെ ചുരുളഴിക്കാനുള്ള ശ്രമമാണ് വിജയകുമാർ അവസാനമായി ചെയ്തത്. അതായത് തന്റെ സ്വന്തം മകൻ എങ്ങനെ മരിച്ചു എന്ന് അറിയണം എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു മരണം അദ്ദേഹത്തെ തേടിയെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മരണം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ കൊലപാതകം എന്ന രീതിയിൽ ഇതിനെ തള്ളിക്കളയാനാകില്ല എന്ന വാദങ്ങളും ഒരു വശത്ത് ശക്തമാണ്. ഒരു ആത്മഹത്യയായി തീരേണ്ടിയിരുന്ന ഗൗതമിന്റെ മരണമായിരുന്നു പോലീസിന്റെ കണ്ടെത്തലും അതുതന്നെയായിരുന്നു. പക്ഷേ വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണത്തിന് ഉത്തരവ് നേടി. ആ കേസ് അന്വേഷിക്കുന്ന CBI തിരുവനന്തപുരം യൂണിറ്റിലെ സംഘം സ്ഥലത്തെത്തി വിവരം ശേഖരിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് വിജയകുമാറിന്റെയും ഭാര്യയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ആ കേസ് ഓപ്പൺ ചെയ്യാൻ കാരണക്കാരനായിരുന്ന ആൾ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നത് ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഗൗതം ആത്മഹത്യ ചെയ്തതാണെന്ന് തീർത്തു പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഗൗതമിന് പുറകിൽ ഒരു കൊലയാളി ഉണ്ടോ എന്ന ചോദ്യവും ഇവിടെ ശക്തമാണ്. ആ കൊലയാളി തന്നെയാണോ ഒരു പക്ഷേ ഇത്തരത്തിൽ വിജയകുമാറിനെയും ഭാര്യയും അപായപ്പെടുത്തിയത് എന്ന ചോദ്യവും, അല്ലെങ്കിൽ ഇപ്പോൾ അമിതിന്റെ പിന്നിലും ആ വ്യക്തി ഉണ്ടോ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ശക്തമാണ്. തീർച്ചയായിട്ടും അന്വേഷണം വേണ്ട രീതിയിൽ, അതായത് കൂടുതൽ ഗൗരവകരമായിട്ടുള്ള പോയിന്റുകൾ കിടക്കുന്ന ഒരു കേസാണിത്. എന്നാൽ മകന്റെയും മാതാപിതാക്കളുടെ മരണത്തിൽ പരസ്പരം ബന്ധമില്ലെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കൊലപാതകം താൻ നടത്തിയെന്ന് സംബന്ധിച്ച് അമിത് രംഗത്ത് നിൽക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേസ് അവസാനിപ്പിക്കാവുന്നതേയുള്ളൂ. അതേസമയം മരണപ്പെട്ട വിജയകുമാറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ചില പ്രവാസികൾ പല യൂട്യൂബ് ചാനലുകളായി പ്രതികരണം നടത്തിയിരുന്നു. ആരെയും പറ്റിക്കാതെ ഒരാളുടെ പണം പോലും നഷ്ടപ്പെടുത്തുകയോ തെറ്റായ മാർഗത്തിലൂടെയോ പണം സമ്പാദിക്കാത്ത ഒരാളാണ് വിജയകുമാർ എന്നൊക്കെയാണ് പരിചിതർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അടക്കം പ്രതികരിക്കുന്നത്. മറ്റൊരു സുഹൃത്തിന്റെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കൂടി നമുക്ക് നോക്കാം. 2.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്താണ് ആ സംരംഭം താൻ വിജയനിൽ നിന്ന് വാങ്ങിയതെന്നും എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും പഴക്കം ചെന്ന് ഉപയോഗശൂന്യമായ സാധനങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വിജയകുമാറിൽ നിന്ന് കട സ്വന്തമാക്കാൻ പലിശയടക്കം പണം വാങ്ങിയെന്നും ഇതിന്റെ പേരിൽ തനിക്ക് വൻ നഷ്ടം, അതായത് ജയിലിൽ കിടക്കേണ്ടുന്ന അവസ്ഥയടക്കം വന്നെന്നും ഒരു സുഹൃത്ത് വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും ഏറെ ദുരൂഹത നിറഞ്ഞൊരു കേസായി ഇത് മാറിയിരിക്കുകയാണ്. വിജയകുമാറിന്റെ ഭാര്യയ്ക്കും സംഭവിച്ചത്
അതായത് അവരുടെ മരണത്തിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം. അമിതാണ് പ്രതി, അയാളത് കൊലപാതകം സമ്മതിച്ചു എങ്കിൽ പോലും പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും ശക്തമാണ്. കഴിഞ്ഞ 23-നാണ് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി.കെ. വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവർ വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ വീട്ടിലെ ജോലിക്കാരി വന്നപ്പോഴാണ് കൊലപാതക വിവരം പുറംലോകം അറിയുന്നത്. തോട്ടക്കാരൻ ബോണ്ട് രാജ് ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല. ഇദ്ദേഹത്തിന് കേൾവി പരിമിതി ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാത്രി 12:30-നും 1-നും ഇടയിലാണ് കൊലപാതകം നടന്നതെന്നാണ് നിഗമനം. തുടക്കത്തിൽ വിജയകുമാറിന്റെ വീട്ടിലെ മുൻ ജോലിക്കാരൻ അസം സ്വദേശി അമിതിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടന്നത്. ഇയാളുടെ ഫോണിന് സേലത്ത് നിന്ന് സിഗ്നൽ കിട്ടിയെങ്കിലും പിന്നീട് ഓഫായി. എന്തായാലും അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ തൃശ്ശൂരിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. ഈ വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന വ്യക്തിയായിരുന്നു ഈ അമിത്. അദ്ദേഹത്തിന്റെ ഒരു ഫോൺ മോഷ്ടിക്കുന്നു. ഇതേ തുടർന്ന് അമിത് ജയിലിലാകുന്നു. അമിത് ജയിലിൽ ആയ സമയം തനിക്ക് തൻ്റെ കാമുകിയെയും അതുപോലെ തന്നെ കാമുകിയുടെ ഉദരത്തിലുണ്ടാകുന്ന കുട്ടിയെ നഷ്ടമാകുന്നു. തൻ്റെ ജീവിതം തകർത്ത വ്യക്തി എന്ന പക വിജയകുമാറിനോടുണ്ടാകുന്നു. ഇതിൻ്റെ പകയിലാണ് താൻ വിജയകുമാറിനെ കൊലപ്പെടുത്തിയതെന്നും ഈ ഒരു ശബ്ദം കേട്ട് വന്നപ്പോഴാണ് വിജയകുമാറിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നും അമിത് പോലീസിനോട് പറയുന്നു. മാത്രമല്ല തനിക്ക് തീരാത്ത പകയുണ്ട്. ഈ മൃതദേഹങ്ങൾ ഒരു വികൃതമാക്കുന്ന തരത്തിലേക്കായിരുന്നു കൊലപാതകം നയിക്കപ്പെട്ടത്. എന്തായാലും ഈ CBI ഈ അമിതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. കാരണം വിജയകുമാറിന്റെ മകന്റെ അന്വേഷണം, മകന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം CBI നടത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അമിതിനെയും CBI ചോദ്യം ചെയ്തത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്ന കേസിൽ ഒരുപാട് ദുരൂഹതകളൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.